ഞാൻ ആദ്യം കൊടുത്തൊരു ബഡ്ജറ്റ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അത് ഞാനിപ്പോ ചെയ്തതിന്റെ ഒരു 3-4 ഇരട്ടിയുള്ള ഒരു ബഡ്ജറ്റാണ്. എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കുറെ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാവുന്ന, അല്ലെങ്കിൽ ബാക്കി കണ്ടോ ഇത്രയും വലിയ വലിയ സീക്വൻസുകൾ ഈ സിനിമയിൽ നടക്കുന്ന സമയത്ത് അതിന് അത്രയും ഗ്രാൻഡ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഉണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ബഡ്ജറ്റ് നമ്മൾ പുറമേയുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പുറമേ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. കമ്പനി ഒരു കൺസേൺ ആയിട്ടൊരു ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് സിനിമ ഉണ്ടാക്കാൻ വരി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മളെല്ലാ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു കൺസേൺ ഇത്ര എമൗണ്ട്. കല്യാണിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ, ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസും ഏറ്റവും കൂടുതൽ വരുന്ന, അതിന്റെ കൂടെ നിൽക്കുന്ന ഈ കഥാപാത്രങ്ങളും. അപ്പൊ അതിനകത്ത് നമ്മൾ കല്യാണിക്ക് ഒരു ഇത്ര എമൗണ്ട് ഓഫ് ബഡ്ജറ്റ്, നസ്മി ഗ്യാങ്ങിന് ഇത്ര എമൗണ്ട് ഓഫ് ബഡ്ജറ്റ്, ബാക്കിയുള്ള എന്റെ കാസ്റ്റിന് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര അപ്പൊ നമ്മൾ ഒരു 10 കടയിൽ കയറിയിട്ട് റേറ്റ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. ലോക സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലോകയുടെ കോസ്റ്റ്യൂം ഡിസൈനർ മെൽവിയാണ് നമ്മുടെ കൂടെ. മെൽവി, ഈ കൾട്ട് എന്നാണ് നിങ്ങളുടെ പേര്. ഈ ഫാഷൻ ഇൻഡസ്ട്രി ഒരു കൾട്ട് ആവാൻ വേണ്ടിയാണോ? തീർച്ചയായിട്ടും കൾട്ട്. ആക്ച്വലി കൾട്ടിന്റെ നെയിം പറഞ്ഞാൽ ഞാൻ എന്തും പ്രൊനൗൺസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് കൾട്ടായിരിക്കും, ഇത് ഭയങ്കര കൾട്ടായിരിക്കും, ഇത് ഭയങ്കര കൾട്ട് സ്റ്റൈലായിരിക്കും, കൾട്ട് ലുക്ക് ആയിരിക്കും. അങ്ങനെ ഞാൻ സിനിമ വരുന്ന തൊട്ടിട്ട് അല്ലെങ്കിൽ ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പറയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൾട്ട് പറയും. ബട്ട് അതിനൊരു പോയിന്റ് കഴിഞ്ഞിട്ട് കൾട്ടാക്കിയത് ആളുകൾ എന്നെ വിളിക്കുന്നത്, പിന്നെ ഫോണിൽ സേവ് ചെയ്യുന്നത് കൾട്ട് മെൽവി എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിന്റ്. പിന്നെ എനിക്ക് ബ്രാൻഡ് ടൈറ്റിൽ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ തോന്നി കൾട്ട് മെൽവി എന്നുള്ളത്. പിന്നെ എന്റെ ഒരു വലിയ വിഷനാണ് കൾട്ട് എന്ന് പറയുന്ന ഡ്രീം. എന്റെ ഒരു ഹ്യൂജ് ഡിസൈനർ ബ്രാൻഡ്, അതേപോലെ ഡിസൈനർ കമ്മ്യൂണിറ്റി, ഇതിന്റെ കുറെ പേർക്ക് കുറെ വിഷൻ ഉണ്ട് ഈ കൾട്ടിന്റെ ഡ്രീമില്. ഈവൻ ഈ കൾട്ട് കൊണ്ട് ഞാൻ ഇപ്പൊ ഇന്റൻഷൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സംരംഭം കൂടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ കൾട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ബാക്കി ഡിസൈനേഴ്സിന് ഇവിടുന്ന് അവൈലബിലിറ്റി, ഇപ്പോ ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇന്റൻഷൻ ഉണ്ടായത് മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ജോണർ മൂവി ചെയ്യുന്ന സമയത്ത് എന്റെ ഫെയിലിയേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റി. ഈവൻ ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ സൂപ്പർ ഹീറോന്റെ കൺസ്ട്രക്ഷൻ ടൈമിലൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്ത കുറെ ഇഷ്യൂസ് ഉണ്ട്. അതായത് നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇല്ല, നമുക്ക് എന്ത് പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ ബോംബെക്ക് പോകണം, അല്ലെങ്കിൽ ഡൽഹി, കൽക്കട്ട, ബോംബെ പോകണം, അല്ലെങ്കിൽ നമുക്ക് ചെന്നൈ പോകണം, അല്ലെങ്കിൽ ഹൈദരാബാദ് പോകണം. ഇതാണ് മൊത്തത്തിലൊരു കോസ്റ്റ്യൂംസ് ഒക്കെ, സ്പെഷ്യൽ കോസ്റ്റ്യൂംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ട സ്ഥലം. അത് നമുക്ക് കേരളത്തില് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഹൗസ് ഓഫ് കൾട്ട് എന്ന് പറയുന്ന ഒരു ഡ്രീം പ്രൊജക്ട് ഇവിടെ. അതായത് ബാക്കി ഡിസൈനേഴ്സ് ഇപ്പൊ വേറെ സിനിമ വേറെ ഡിസൈനർ ചെയ്യുന്നെങ്കിലും അവർക്കുള്ള പ്രോഡക്ട്സ്. അതെ, ഇപ്പൊ നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പോണത് ബോംബെയിലും ചെന്നൈയിലും ഹൈദരാബാദ് ആണ്. ഇന്ന് നാളെ ഇവിടെ കൾട്ടിലേക്ക് വന്നാൽ മതി. ഏത് ഡിസൈനേഴ്സിനും ഓപ്പൺ ആണ്, എല്ലാ ഡിസൈനേഴ്സിനും വെൽക്കം ചെയ്യുന്നതാണ്. പിന്നെ കൾട്ടിന് കുറെ ഇന്റൻഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ കുറെ ഡിസൈനേഴ്സിനെ ബിൽഡ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഡിസൈനേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നൊരു വിഷയം ഉണ്ട്. പിന്നെ ഈ പീരീഡ് സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സോഴ്സ് ചെയ്യുന്ന കുറെ സാധനങ്ങൾ കുറെ ടൈം എടുത്തിട്ടാണ്. അതിന്റെ റിയലിസം കിട്ടണമെങ്കിൽ അതേ സാധനങ്ങൾ ആ കാലഘട്ടത്തിൽ, ഇപ്പൊ മിന്നൽ മുരളിയിൽ ഞങ്ങൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ റഫ് ആൻഡ് ടഫ് എന്ന് പറയുന്ന ജീൻസിന്റെ ബ്രാൻഡ് തന്നെ നമ്മൾ സോഴ്സ് ചെയ്തെടുത്താണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഡിസൈനറിന് ഏത് കാലഘട്ടത്തിലാണ് ഏത് സിനിമയാണ് എങ്ങനെ കാലഘട്ടത്തിൽ ഓപ്പൺ ആണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് വരുന്നതായിക്കോട്ടെ, വേറൊരു ഡിസൈനേഴ്സിന് വരുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാവർക്കും ഇവിടെ നാളെ ഒരു സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഈവൻ പീരീഡിലുള്ള വാച്ചുകള്, ഡ്രസ്സസ്, ജീൻസസ്, ആക്സസറീസ്, കമ്മലുകള്, കണ്ണടകള്, ഇതെല്ലാം ഇപ്പൊ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഏത് ഡിസൈനേഴ്സിനും വന്ന് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അവരെ കുറച്ചും കൂടി പണി ഈസി ആക്കാന്നുള്ളതാണ്. നമ്മള് ലോകയിലേക്ക് വന്നാൽ ചെയ്യുന്ന രണ്ടാമത്തെ സൂപ്പർ ഹീറോ പടമാണ്. ഇപ്പൊ മിന്നൽ മുരളി ചെയ്ത് അത്രയും സക്സസ് ആയി, അത്രയും കൺവിൻസിംഗ് ആയി തിരിച്ചു വേറൊരു സിനിമ, അതൊരു ഹീറോയിൻ ആണ് വരുന്നത്. അപ്പൊ ഈ ലോകയുടെ ഒരു ഫസ്റ്റ് ബ്രീഫും എങ്ങനെയാണ് ലോകയെ പ്രസന്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്? ഇപ്പൊ ലോക എന്ന് പറഞ്ഞ പടം എനിക്ക് വരുന്ന സമയത്ത് ആഫ്റ്റർ മിന്നൽ മുരളി കഴിഞ്ഞിട്ട് ഒരു സൂപ്പർ ഹീറോ ജോണർ, ഇത് അൾട്ടിമേറ്റ്ലി ഇതൊരു യൂണിവേഴ്സ് ആണ്. ഇതിന് ഇത് കഴിഞ്ഞിട്ട് കുറെ പാട്ട് വരാനുണ്ട്. അപ്പൊ ഇതിന്റെ എൻ്റയർ സിനിമയുടെ ഒരു നരേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ സിനിമയിലേക്ക് വേണ്ട സ്പെഷ്യൽ ലുക്സ്, അല്ലെങ്കിൽ സിനിമ എൻ്റയർലി എങ്ങനെ നരേറ്റ് ചെയ്ത് പോകണം, ഇത് നമ്മൾ നോർമലി ഒരു മലയാള സിനിമയില് മാക്സിമം എഫേർട്ട് ഇട്ട് മറ്റേ ഹോളിവുഡിലൊക്കെ കാണുന്ന പോലെ ഒരു സിനിമയാണ് നമ്മൾ വിഷൻ ചെയ്യണേന്ന് ഓൾറെഡി വിഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അൾട്ടിമേറ്റ്ലി നിമിഷനും ഡൊമിനിക്കും ശാന്തിക്കും ഞാൻ ഒരു 3 പേരായിട്ടാണ് കൂടുതൽ ഈ കോസ്റ്റ്യൂം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോ ഇവർക്കൊരു ബേസിക് ഐഡിയാസ്, സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ പ്രീവിയസ് ഡോക്കറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറൈസേഷന്റെ ഡോക്കറ്റ്സ്, ഏതൊക്കെ ലുക്സ് വരണം, ഏതൊക്കെ രീതിയിൽ പോകണം, കളർ കോമ്പിനേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ നിമിഷന്റെ എൻ്റെ സിനിമയുടെ വിഷൻ ഇവർക്ക് 3 പേർക്കും ഉള്ളത് കൊണ്ട് ഇവര്
ഈവൻ കളർ പാലറ്റിൽ വരെ കൺസേൺ ആയിരുന്നു. ഇപ്പൊ നിമിഷാണ് നമുക്ക് സജഷനിൽ തരുന്ന ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ കല്യാണിക്ക് പടത്തിലോളം കൂടുതലും നമ്മൾ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. ദെൻ അപ്പൊ നമ്മളെ ബ്ലാക്ക് റെഡ് കോമ്പിനേഷന് ഭയങ്കര രസമായിട്ട് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. പല പ്ലേസ്മെന്റിനകത്തും ചെറിയ ഷൂസിനകത്തായാലും ഫുൾ ബ്ലാക്ക് അറ്റയർ വരാണെങ്കിൽ ഷൂസിനകത്ത് മാത്രം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇതൊരു മോഡേൺ വേൾഡിൽ നടക്കുന്ന മിത്ത് സ്റ്റോറിയാണ്. നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു തോന്നുന്ന കുറെ കഥാപാത്രങ്ങളെ ആണ് നമ്മൾ കേട്ടിട്ടുള്ള. ചെറുപ്പകാലങ്ങളിൽ തൊട്ടിട്ട് കേട്ട കഥാപാത്രമാണ് ഞാൻ കല്യാണിയുടെ കഥാപാത്രം. അപ്പോ അന്ന് തൊട്ടിട്ട് ഇപ്പോ ബ്രഹ്മയുഗം വരുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് യക്ഷിനെ കുറിച്ചിട്ട്. അപ്പോ യക്ഷി കഥാപാത്രത്തിൽ മാറി വേറൊരു ടൈപ്പ് ഓഫ് ജോണറിൽ ഇങ്ങനെ ഒരു മിത്ത് സ്റ്റോറി എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ബ്രഹ്മയുഗത്തിൽ യക്ഷിനെ ഉണ്ടാക്കുമ്പോഴും പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള വിഷനിലെ സാരി മാറണം, ഐക്കോണിക് ആയിരിക്കണം, ഭയങ്കര ബ്യൂട്ടി ആയിരിക്കണം യക്ഷിനെ കാണാൻ എന്നുള്ളത് നമ്മളത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് സെക്കൻഡ് മൂവി അതേ ഒരു ജോണറൊക്കെ തന്നെ വരുന്നു. മിത്ത് സ്റ്റോറിയാണ്, പക്ഷെ ഇത് മോഡേൺ വേൾഡിലാണ് പ്ലേസ് ചെയ്യുന്നത്. ബ്രഹ്മയുഗത്തിന് അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പ്രസന്റ് ചെയ്യാൻ. ഇത് മോഡേൺ വേൾഡിൽ ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇനി സിനിമ കാണുമ്പോഴും കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇരിക്കണം എന്നൊരു ടാസ്ക് ഉണ്ട്. ആ സമയത്തേക്ക് എത്തുന്ന സമയത്ത് ഈ വിഷനും അവരുടെ ഗൈഡൻസും പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഗോത്തിക് സ്റ്റൈലിനെ എങ്ങനെ അർബൻ ജാക്കറ്റ്സും പരിപാടികളൊക്കെ വെച്ച് എങ്ങനെ ഗോത്തിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഈവൻ അതിന്റെ ആക്സസറീസ്, അതിനകത്ത് ഈ പറഞ്ഞ കളർ കോമ്പിനേഷൻസ് ഞാൻ എങ്ങനെ പ്ലേസ് ചെയ്യും, റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അത് ഭയങ്കരമായിട്ട് ഞാൻ റെഡ് ബ്ലാക്ക് ഫോഴ്സ്ഫുള്ളി കൊടുത്തു എന്ന് തോന്നരുത്. അതിനകത്ത് ക്യാരക്ടറായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കണം. അന്ന് ഈ സിനിമ കണ്ടു തുടങ്ങിയ അവസാനം വരെ ഈ റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി കൊടുത്തതാണെന്ന് തോന്നരുത്. അപ്പോ ഇങ്ങനെ കുറെ ചാലഞ്ചിങ് ഉണ്ടായിരുന്നു. ദെൻ എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ട ചെയ്തൊരു സിനിമയാണ്. കുറച്ചുകൂടി റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മലയാള സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ നമ്മൾ ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ട് അല്ലെങ്കിൽ പല നെറ്റ്ഫ്ലിക്സ് സീരീസും കണ്ടിട്ട് നമുക്ക് ഇതേപോലെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയെന്ന് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷൻ ആയിരുന്നു എനിക്ക് ഈ ലോഗോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഈ ബ്ലാക്ക് ആൻഡ് റെഡ് പറയുമ്പോ തന്നെ കല്യാണി അങ്ങനെ വരുമ്പം നസ്ലിനും ചന്തും ഒക്കെ വേറൊരു സ്ട്രീറ്റ് വെയർ സ്റ്റൈലിലേക്കൊക്കെയാണല്ലോ വരിക. അപ്പം ആ പ്ലസ് ഇവർ രണ്ടുപേരും കാണുമ്പോ നമുക്കൊരു സിങ്കായി ബ്ലെൻഡ് ആവുകയും ചെയ്യണം. അങ്ങനെ ഒരു തോട്ട് എന്തായിരുന്നു? ആക്ച്വലി ഇതിപ്പോ മോഡേൺ വേൾഡ് പിന്നെ ചിങ്കൂടിയും ഇപ്പൊ ക്യാരക്ടറുകളൊക്കെ പ്ലേസ് ചെയ്തതിനൊരു ഇതുണ്ട്. അത് എല്ലാവരും റിച്ച് കിഡ്സ് എന്നുള്ളൊരു ബേസിക് ഫാമിലിയിൽ നിന്നാണ് ഫണ്ട് വരുന്നത്. ഇവരുടെ എക്സ്പെൻസ് ഒക്കെ ഫാമിലിയിൽ നിന്ന് പോണേ. അത്യാവശ്യം ഇവരുടെ കോസ്റ്റ്യൂമിനകത്ത് അങ്ങനത്തെ പ്ലേ വരണം. ദെൻ പിന്നെ നേരത്തെ തന്ന പോലത്തെ ചലഞ്ച് നമ്മളൊരു ഹോളിവുഡ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒക്കെ കാണുന്ന പോലെ ഇവരെ ഭയങ്കര ക്യൂട്ടായിട്ട് കാണണം, അന്ന് ഈ കഥാപാത്രമായിട്ട് ബ്ലെൻഡ് ചെയ്യണം എന്നുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കഥാപാത്രങ്ങൾക്ക് മൊത്തത്തിൽ പ്ലേസ് ചെയ്തത്. ഇപ്പോ നസ്ലിനായാലും ഓവർലെയർ ജാക്കറ്റ്സ് തന്നെയാണ് കൂടുതൽ പ്ലേസ്മെന്റ്. ഈവൻ അത് കല്യാണമായിട്ടുള്ള കൂടുതൽ കോമ്പിനേഷൻ പേഴ്സ് ഉള്ളത് കൊണ്ട് ഈ ഫ്രെയിമിൽ ഇവർ രണ്ടുപേരും കാണുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ മാജിക് കെമിസ്ട്രി ഇതെല്ലാം വർക്ക് ആവണം. പിന്നെ അതേപോലെ ചന്തുവിന്റെ ക്യാരക്ടറിനായാലും നമ്മള് ചന്തുവിന്റെ ക്യാരക്ടർ റിവീൽ ചെയ്ത പോലെ തന്നെ ചന്തു സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ചന്തുവിന്റെ ക്യാരക്ടറിനകത്ത് മൊത്തത്തിൽ നമ്മളൊരു ടീഷർട്സിനകത്തും ഷർട്ട്സിനകത്തും ഇതിനകത്ത് എപ്പോഴും എലമെന്റ് സ്പേസ് റിലേറ്റഡ് പ്രിന്റ്സ് അങ്ങനെയൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ കുര്യന്റെ ക്യാരക്ടർ ഇച്ചിരി ആ കൂട്ടത്തിൽ ഏറ്റവും ഇച്ചിരി ഫ്ലോറൽ അങ്ങനത്തെ ഒക്കെ വൈബായിട്ട് ഇച്ചിരി ഗേൾസിനൊക്കെ അങ്ങനെ. അപ്പൊ ഈ മൂന്ന് കഥാപാത്രം ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നപ്പോ ആ പ്ലേസ്മെന്റ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവൻ കോമ്പിനേഷൻ സീൻസിനകത്ത് ഈ റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഞാൻ ഇപ്പോ നസ്ലിൻ കല്യാണിയുള്ള 1-2 സീനുകളിൽ നമ്മൾ അപ്പൊ അതിന് കംപ്ലീറ്റ്ലി വിഷൻ കളർ പാലറ്റ് വിഷൻ നിമിഷിന്റെയാണ്. ഇപ്പോ നമ്മൾ ഇതിന്റെ എല്ലാ സ്റ്റൈൽസും വന്നിട്ടുണ്ട്, പല വേർഷൻസ് ഓഫ് സ്റ്റൈൽസ് ഉണ്ട്. ഇതിന് കൂടുതൽ സ്റ്റൈൽസ് നമ്മൾ ട്രയൽ സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ദെൻ നിമിഷിന് കൃത്യമായിട്ട് അതിന്റെ വിഷൻ ഉണ്ട്. ഏതൊക്കെ സ്ഥലത്ത് നിമിഷിന്റെ കളർ പാലറ്റ് വരും, ഏതൊക്കെ സ്ഥലത്ത് ബംഗ്ലാന്റെ പ്രൊഡക്ഷൻ ഡിസൈനെ ബ്ലെൻഡ് ചെയ്യും, ഇവൻ ജിറ്റുചേട്ടനാണ് സെറ്റ്. അപ്പൊ ഇത് മൂന്നും ബ്ലെൻഡ് ചെയ്ത് ഇവൻ കോസ്റ്റ്യൂം അതിനകത്ത് ബ്ലെൻഡ് ആവുമ്പോഴാണ് അത് സെറ്റ് ആവുക. അത് കംപ്ലീറ്റ്ലി ഏത് കളേഴ്സ് ഏറ്റവും കൂടുതൽ ലെങ്ത് പോകുന്ന സീൻസിന് ഇത് പോകണം, ഏതൊക്കെ ട്രാവൽ ചെയ്യും, ഈവൻ നിമിഷം സെറ്റ് ചെയ്യാൻ കളർ, അത് കംപ്ലീറ്റ് നിമിഷന്റെ ഐഡിയ ആയിരുന്നു. ഇതില് കല്യാണം ഇടുന്ന നല്ല രസമുള്ള ഈ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തതാണോ അല്ലെങ്കിൽ അത് അതിനകത്ത് കസ്റ്റമൈസ് ചെയ്ത കുറച്ച് ജാക്കറ്റുകളുണ്ട്. പിന്നെ കുറെ സോഴ്സിങ്ങിനകത്ത് നിന്ന് കുന്നതാണ് നമ്മൾ ബാങ്കോക്കിൽ നിന്ന് സോഴ്സ് ചെയ്ത് കുന്നത്. റെഡിമെയ്ഡ് ആയിട്ട് തന്നെ റെഡിമെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കോമ്പിനേഷൻ ബ്ലാക്ക് റെഡ് എന്ന് പറയുന്ന സമയത്ത് ആ ബ്ലാക്കിൽ അവൈലബിലിറ്റി കൂടുതലാണ്. നമുക്ക് പല ബ്രാൻഡുകളുടെയും നല്ല ഡിസൈൻസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അതിനകത്ത് ബോട്ടംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. കാരണം ചില ബ്രാൻഡുകളുടെ ബോട്ടംസിനകത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫൈറ്റ് സീക്വൻസുകളിലൊക്കെ ഉള്ള ബോട്ടംസ് മൊത്തം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ബോട്ടംസ് ആണ്. കാരണം ഹിപ്പ് സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർലി ആർമസെറ്റിനനുസരിച്ച് വേരിയേഷൻസ് വരണം. ഏറ്റവും ഇത്രയും ആക്ഷൻ രംഗങ്ങൾ പോകണതാണ്. അപ്പൊ അതിന്റെ കംഫർട്ട് ഭയങ്കര ആസ് എ കോസ്റ്റ്യൂം ഡിസൈനർ നമ്മൾ സെക്കൻഡ് ഫേസ് ആണെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം
നമ്മൾ കണ്ടിട്ടുള്ള ഇതിനകത്ത് ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നത് കോസ്റ്റ്യൂമാണ്. അപ്പൊ കോസ്റ്റ്യൂം കംഫർട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ അതിനകത്ത് വന്ന പാൻസും അല്ലെങ്കിൽ ബോട്ടം വെയർസും മൊത്തം നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ്. ജാക്കറ്റ്സിനകത്ത് 1-2 കസ്റ്റമൈസേഷൻസ് ഉണ്ട്. പിന്നെ മെജോറിറ്റി നമുക്ക് ലീഡ് ചെയ്യുന്നിടത്തൊക്കെ ഇച്ചിരി ഐക്കോണിക് ആയിട്ട് എല്ലായിടത്തും കണക്ട് ആവുന്ന 2 ബ്രാൻഡുകളുടെ കൊണ്ടുവന്നിട്ടാണ് ചെയ്തത്. പിന്നെ സോഴ്സിംഗ് എക്സ്പീരിയൻസും ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരിൽ ഞങ്ങൾ സോഴ്സ് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുണ്ട്, ബാങ്കോക്കിൽ ഞങ്ങൾ പോയിട്ടില്ല, പക്ഷെ ബാങ്കോക്കിൽ നിന്ന് കണക്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ദെൻ ബോംബെയിൽ നിന്ന് കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോഴ്സ് ചെയ്യാൻ പോകുമ്പോഴേ ഇപ്പൊ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ടീമായിട്ട് എല്ലാവരും തന്നെ പോകും അല്ലേ? അതോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ആയിട്ടാണ് നമുക്ക് ബഡ്ജറ്റ് അലോട്ട് ചെയ്തത്. പിന്നെ ഈ സിനിമ ഭയങ്കര ഇത്രയും ഇപ്പൊ ബഡ്ജറ്റ് സിനിമയുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ കൺസേൺസ് ഉണ്ട്. ബഡ്ജറ്റ് ഇത്രയും ലിമിറ്റിൽ ചെയ്യണം, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ വേൾഡ് ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സിനിമ. എല്ലാവരും ഇതിനെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ആദ്യം കൊടുത്തൊരു ബഡ്ജറ്റ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അത് ഇതിന്റെ ഞാനിപ്പോ ചെയ്തതിന്റെ ഒരു 3-4 ഇരട്ടിയുള്ള ഒരു ബഡ്ജറ്റാണ്. എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കുറെ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാവുന്ന, അല്ലെങ്കിൽ ബാക്കി കണ്ടോ ഇത്രയും വലിയ വലിയ സീക്വൻസുകൾ ഈ സിനിമയിൽ നടക്കുന്ന സമയത്ത് അതിന് അത്രയും ഗ്രാൻഡ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഉണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ബഡ്ജറ്റ് നമ്മൾ പുറമേയുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പുറമേ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. ബട്ട് കമ്പനി ഒരു കൺസേൺ ആയിട്ട് ഒരു ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് സിനിമ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇതാണ്, നമ്മളെല്ലാ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾക്കൊരു കൺസേൺ ഇത്ര എമൗണ്ട് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ബഡ്ജറ്റിന്റെ ഉള്ളിൽ ഞാൻ ഈ പടം എടുക്കുമ്പോൾ തൊട്ട് ടെൻഷൻ ആയിരുന്നു, എങ്ങനെ ക്രാക്ക് ചെയ്യും. അപ്പൊ നമ്മള് എല്ലാ കഥാപാത്രങ്ങളെയും പ്ലേസ് ചെയ്ത് ഒഴുകിയിട്ട് കല്യാണിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ, ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസും ഏറ്റവും കൂടുതൽ വരുന്ന, അതിന്റെ കൂടെ നിൽക്കുന്ന ഈ കഥാപാത്രങ്ങളും. പിന്നെ ആ സമയത്ത് നമ്മളൊരു ഡിസൈനറുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ ഭയങ്കര ഗ്രാൻഡ് ആവും എന്നുള്ളൊരു തോന്നി. കാരണം എനിക്ക് തന്ന ബഡ്ജറ്റും അതിനകത്ത് ആ ക്രാഫ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ സിനിമ മൊത്തത്തിൽ ഭയങ്കര ചുരുങ്ങും. പിന്നെ എനിക്ക് ഇത്രയും വലിയ ടാസ്ക് ആണ് തോന്നുന്നത് ഈ സിനിമയിൽ. ഈ ബഡ്ജറ്റിനുള്ളിൽ സിനിമയിൽ ഇത്രയും അന്നൊരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത്, നമ്മൾക്ക് നാളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ അതിനകത്ത് നമ്മൾ കല്യാണിക്ക് ഒരു ഇത്ര എമൗണ്ട് ഓഫ് ബഡ്ജറ്റ്, നസീം ഗ്യാങ്ങിന് ഇത്ര എമൗണ്ട് ഓഫ് ബഡ്ജറ്റ്, ബാക്കിയുള്ള എന്റെ കാസ്റ്റിന് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര. അപ്പൊ നമ്മൾ ഒരു 10 കടയിൽ കയറിയിട്ട് റേറ്റ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. മറ്റൊന്നും ആദ്യത്തെ കടയിൽ കയറുമ്പോൾ നമുക്ക് ആദ്യത്തെ ബഡ്ജറ്റിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് നമ്മളൊരു 10 പ്രാവശ്യം അപ്പൊ ഞങ്ങള് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പർച്ചേസിന് പറ്റുള്ളൂ. അപ്പൊ ബോംബെയിൽ ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു, ഡൽഹിക്ക് പോകുന്ന സമയത്ത് ഒരു ടീം ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ടീം ഉണ്ടായിരുന്നു, കൊച്ചിയിൽ സോഴ്സിംഗിന് ടീം ഉണ്ടായിരുന്നു. 4 സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഡിസൈനേഴ്സ് തന്നെ അസിസ്റ്റ് ചെയ്ത സിനിമയാണ് ഇതാണ് അല്ലേ? അപ്പൊ ഇതിലൊരു മെയിൻ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൽക്കിയൊക്കെ ചെയ്ത അർച്ചന, ഓക്കെ, ഈ മിന്നൽ മുറിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, മഹാവീരിൽ ചെയ്തിട്ടുണ്ട്. അപ്പം മെൽവിയുടെ സിനിമകളിലൊക്കെ ഈ ബോളിവുഡിൽ തിളങ്ങി നിൽക്കുന്ന ഇത്തരം കോസ്റ്റ്യൂമേഴ്സ് അസോസിയേറ്റ് ചെയ്യാറുണ്ട്. എന്താ അങ്ങനെ? ആക്ച്വലി അത് മിന്നൽ മുരളി സിനിമ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദീപാലി മാം ഉണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് പഠിക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇപ്പൊ ഞാനിപ്പോഴും സിനിമ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചൊന്നും നമുക്ക് ഇപ്പോഴും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച സിറ്റുവേഷൻസ് വെച്ച് ഇവിടെയുള്ള ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ട് ഒരു ഡ്രീം ഉണ്ടാക്കുന്നത്. കാരണം അത് ഈ ഡിസൈനേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസിലാണ് ഇവർ മേടിക്കുന്ന സാലറി, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന റെക്കഗ്നൈസേഷൻ, അല്ലെങ്കിൽ ഇവര് എങ്ങനെയാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുക. അപ്പോ ഈ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് കൽക്കി എന്ന് പറയുന്ന സിനിമ കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുടെ ഡിസൈനറിനോട് ഭയങ്കരമായിട്ടൊരു ആരാധനയാണ്. കാരണം അത്രയും മാജിക്കൽ വേൾഡ് അത് ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഉണ്ടാക്കി. അതിനകത്ത് കുറെ നല്ല റെഫറൻസുകൾ ഉണ്ട്. അപ്പോ ഈ സിനിമ വരുന്ന സമയത്ത് ഈ സിനിമയില് നിമിഷിന് ഓൾറെഡി ലക്കി ഭാസ്കറിൽ മാമായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട് മാമായിട്ട്. അപ്പൊ ഈ പടത്തിന്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്പെഷ്യൽ ലുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് തരുന്ന ഈ ബഡ്ജറ്റ് ഇതിനകത്ത് ഞാൻ ഇതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ സിനിമേനെ മൊത്തത്തിലുള്ള കോൺസെൻട്രേഷൻ പോകും. എനിക്ക് ഓൾറെഡി ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. മിന്നൽ മുരളിയിൽ നമ്മൾ ദീപാലി മാം, ക്രിഷ് ഒക്കെ ചെയ്തു, ദീപാലി മാമിന്റെ കൂടെ വർക്ക് ചെയ്തു. മഹാവീര്യറിൽ ഞാൻ ബാജറാവ് മസ്താനിയുടെ ഡിസൈനറുടെ വർക്ക് ചെയ്തു. ഇവർ രണ്ടുപേരും അന്ന് സിനിമയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഭയങ്കര ബിഗ് ആയിരുന്നു. അപ്പോ ഈ മൊത്തത്തിൽ സിനിമേനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് അവരുടെ രണ്ടുപേരും പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഭയങ്കര ലേണിങ്സ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ, കുറെ ടെക്നിക്സ്, അല്ലെങ്കിൽ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, സിനിമയിലെ വിഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, അവരുടെ വർക്ക് സ്റ്റൈൽസ്, ഇതൊക്കെ അല്ലെങ്കിൽ അവര് പ്രസന്റ് ചെയ്യുന്ന രീതികളൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. അങ്ങനെ നമ്മൾ നിമിഷിന്റെ അടുത്ത് സംസാരിച്ചു, പിന്നെ ഡയറക്ടറിന്റെ അടുത്ത് സംസാരിച്ചു, പ്രൊഡക്ഷനോട് പറഞ്ഞാൽ അവർ വാം വെൽക്കമിങ് ആയിരുന്നു. കാരണം നമുക്ക് അങ്ങനെ ഒരു അസോസിയേഷൻ കൂടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മാം ഇത് എസ് പറയോ നോ പറയോ, കാരണം ഒരു 3 സ്പെഷ്യൽ ലുക്ക് മാമിനെ പോലെ ഒരാളെ വിളിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും. കാരണം പിന്നെ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിന്ന് മാം വർക്ക് ചെയ്യോ എന്നൊക്കെ കൺസേൺ ആയിരുന്നു. പക്ഷെ നിമിഷും DQന്റെ ലക്കി ഭാസ്കറിലെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു.
അപ്പൊ അങ്ങനത്തെ ഒരു കണക്ഷനിൽ മാം വന്നു. പക്ഷെ മാമിന്റെ വർക്ക് സിനിമയിൽ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നിന്നുണ്ട്. ഈ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമും രണ്ട് ലുക്കുകളും ചെയ്തത് മാമാണ്. അതിന്റെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസിൽ ഇതിന്റെയൊക്കെ ഡൂപ്പ് വേർഷൻസ് നമുക്ക് ഈ സിനിമയിൽ ഉണ്ടാക്കണ്ടായിരുന്നു. ഈ ക്യാമിയോസിന്റെയും ഇതിന്റെയൊക്കെ ഡൂപ്പ് വേർഷൻസ്. അപ്പൊ നമുക്ക് അത് എക്സ്പീരിയൻസ്ഡ് ആയി. ഇവൻ മാം എങ്ങനെ അതിനെ ക്രാക്ക് ചെയ്തു, മാം അതിനകത്ത് 3 ഡിസൈൻസ് എങ്ങനെ ബ്ലെൻഡ് ചെയ്തു. ദെൻ നാളത്തെ എന്റെ ഒരു സിനിമയ്ക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നാളെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരടുത്ത് പറഞ്ഞു എങ്ങനെ പ്രോസസ് ചെയ്യുന്നുള്ളത്. ഇതിന് ഡ്യൂപ്പ് ഉണ്ടാക്കിയത് എന്തിനാ? ഇത് ആക്ഷൻ രംഗങ്ങൾക്ക്. അപ്പൊ ഡൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഷൂട്ട് ഡേറ്റ്സ് കൂടുന്നതനുസരിച്ച് നമ്മള് ഇതിനെ വാഷ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ വേർഷൻസ് ഒക്കെ ദെൻ ഡെറ്റോ അല്ല, ദെൻ അതിന്റെ സിമിലർ വേർഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മളത് ഭയങ്കര ക്ലബിങ് ആയിരുന്നു. ഇപ്പൊ മാം എനിക്ക് പടം കഴിഞ്ഞാൽ ആദ്യം മാമിനെ വിളിച്ചത്. മാമിന്റെ അടുത്ത് ബിഗ് താങ്ക് പറഞ്ഞിട്ടാണ് നമ്മള് ഇത്. കാരണം ആ സിനിമേനെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്തത് മാമിന്റെ ഒരു സപ്പോർട്ടും കൂടിയും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമ്മളെ ഒരു പേര് അസോസിയേറ്റ് ചെയ്യാണല്ലോ. ഇപ്പോ എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനും ദീപാലും മാമും കൂടിയാണ് ചെയ്തത്. അപ്പൊ അതിനൊരു അസോസിയേഷന് ഭയങ്കര വാല്യൂ ഉണ്ടെന്ന് തോന്നി. ഇച്ചിയും കൂടിയും എനിക്ക് നാളെ സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഡിയർ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നത് ഞാനും മഷർ ഹംസയും ക്ലബ് ചെയ്തിട്ടാണ് ആ സിനിമ വർക്ക് ചെയ്യുന്നത്. മഷറിക്കാണ് നിവിൻ പോളിയുടെ പടം. അതിനകത്ത് നിവിൻ ചേട്ടന്റെയും നയൻതാര മാമിന്റെ മഷറിക്കാണ് ഞാൻ ആ സിനിമേനെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ക്ലബിങ് ഭയങ്കര ഇഷ്ടമാണ്. മഷറിക്കയുടെ ഒരു ക്രാഫ്റ്റ് ഞാനും മഷറും എന്റെ ആശാനാണ് മഷറിക്ക. അപ്പൊ ആശാന്റെ കൂടെ ഒരു പടം കൂടി ക്ലബ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും ഉള്ള സിനിമകളിൽ എനിക്ക് മാക്സിമം ഞാൻ ഡ്രീം ചെയ്തിട്ടുള്ള കുറെ ഡിസൈനേഴ്സ് ഉണ്ട്. അവരുടെ കൂടെ ഒക്കെ ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ അതുപോലെ തന്നെ ഇപ്പം ഒരു വെസ്റ്റേൺ ലുക്ക് വേണം. പിന്നെ നമ്മുടെ നാട്ടിൽ മലയാളമാണല്ലോ, അപ്പൊ നമുക്കൊട്ടും ഓഡ് വൺ ഔട്ടായി തോന്നരുത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതാണ് എന്ന് തോന്നണം. അതേസമയം ഒരു സൂപ്പർ ഹീറോ ആണ്, അവരുടെ ഒരു ഡെയിലി ലൈഫിലൊക്കെ അത് പ്രതിഫലിക്കണം. അപ്പൊ ആ രീതിയിൽ ഈ ഡ്രസ്സ് ചെയ്യാന്നുള്ളത് ഒരു ചാലഞ്ചാണ്, ടാസ്ക് ആണ്. അതിനകത്ത് ഒരു സീൻ കാണാൻ വേണ്ടി ഞാൻ ഇനിയും സിനിമ കാണാൻ പോകും. ആ കിളിയെ പാട്ട് വരുമ്പോ എന്റെ അമ്മ എന്തൊരു ലുക്കായിരുന്നു. ഒന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്, വൈറ്റ് ആണ്, പക്ഷെ ഭയങ്കര ലുക്കായിരുന്നു. ആ സീനിന്റെ ഡിസൈനും മൊത്തത്തിൽ അതിലേക്ക് ഭയങ്കര റൂട്ടഡ് ആയ ഒരു സൂപ്പർ ഹീറോ ആണ് ഇത്. അപ്പം ആ റെഫറൻസ് വെച്ചിട്ട് തന്നെയാണോ അങ്ങനെ ഒരു കളർ കൊടുത്തതും? ഇപ്പൊ ഇതിന്റെ വിഷനില് നമ്മള് കഥ തുടങ്ങുന്ന സമയത്ത് തന്നെ വൈറ്റ് എന്ന് പറയുന്ന ഒരു ബേസ് ഐഡിയ. കാരണം നമ്മൾ കേട്ട മിത്ത് സ്റ്റോറികളിലും നമുക്കറിയാവുന്ന കഥകളിലും ഒക്കെ നമുക്കറിയാവുന്ന കഥാപാത്രം അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോ അവരെ വൈറ്റില്ലാത്താണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ബട്ട് ഇപ്പോ നമ്മൾ ആഫ്റ്റർ ബ്രഹ്മയുഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വേർഷൻ ഓഫ് ക്യാരക്ടറിനെ ചെയ്യുന്ന സമയത്ത് ഇത് ഓൾറെഡി കേട്ട കഥാപാത്രമാണ്. കേട്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പല ചെറുപ്പത്തിലൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുള്ള കഥാപാത്രമാണ്. അപ്പോ ഈ കഥാപാത്രം മോഡേൺ ഇതിനകത്ത് വരുന്ന സമയത്ത് ഇതിനെ ബ്ലെൻഡ് ചെയ്യുന്നതിൽ എനിക്ക് അതിനകത്ത് ഏറ്റവും കോൺട്രിബ്യൂഷൻ ശാന്തി ബി ആണ്. ശാന്തി ഇത് ഭയങ്കര രസമായിട്ട് ഇതിന്റെ വിഷ്വലൈസിങ് DOP ഡയറക്ടറിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഇതിനെ ഈ അർബൻ ഇപ്പൊ ഈ സിറ്റിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പഴയ വേർഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ മോഡേൺ വേർഷനിലുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ലൈനിനകത്തുള്ള നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കൊടുത്തത്. ബട്ട് എനിക്ക് തോന്നുന്നു ആ സിനിമേനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ക്യാരക്ടറിനെ റിവീൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ആഫ്റ്റർ ബ്രഹ്മയുഗം കഴിഞ്ഞിട്ട് മലയാളത്തിന് എനിക്ക് ക്യാരക്ടറൈസേഷൻ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിട്ട് അത് ഫീൽ ചെയ്തു. ഞാൻ സ്പോയിലർ ഇല്ലെങ്കിൽ കറക്റ്റ് നെയിം പറയാമായിരുന്നു. പക്ഷെ അത് സിനിമ കണ്ടവർക്ക് ഭയങ്കര കണക്ട് ആവും. നമ്മൾ കേട്ടിട്ടുള്ള സെയിം സൂപ്പർ ഹീറോ, റൂട്ടഡ് സൂപ്പർ ഹീറോ ആണ്. ബട്ട് അതിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സിനിമയിൽ ആകെ ക്രാക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് അത് മാത്രമേ ഉള്ളൂ. കല്യാണിയുടെ ഡെയിലി ഉള്ള ക്യാരക്ടർ ഇപ്പൊ ഈ ജാക്കറ്റ് അങ്ങനത്തെ ക്രോപ്പ് ടോപ്പ് വേർഷനുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഫസ്റ്റ് ഒരു എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. തിയേറ്ററിൽ അതിന്റെ റെസ്പോൺസ് ഭയങ്കര ആണല്ലേ. പിന്നെ നമ്മൾ ഒരുപാട് പഴയ പാട്ടുകൾ റീയൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഈ പാട്ടിന്റെ ഒരു പ്ലേസ്മെന്റ് ഭയങ്കര രസം. ഞാനും പാട്ടിന്റെ പ്ലേസ്മെന്റ് എനിക്കറിയില്ല, പക്ഷെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഷൂട്ടിനകത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിരുന്നു ഈ സിനിമയില് ആകെ കല്യാണിയുടെ കംപ്ലീറ്റ് മറ്റേ മോഡേൺ ഇച്ചിരി വെസ്റ്റേൺ ലുക്കുകളിൽ നിന്ന് മാറി വെസ്റ്റേൺ ലുക്ക് തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ക്രിയേറ്റഡ് ആയിട്ട് നമുക്കൊരു ആ ക്യാരക്ടറിനോട് ഒരു പ്രണയം തോന്നുന്ന അങ്ങനത്തെ ഒരു നരേഷനിൽ നമുക്ക് ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടറിനെ ഏറ്റവും ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഡിയൻസിനെ അടക്കം നമുക്കൊരു പ്രണയം തോന്നിക്കുക അല്ലെങ്കിൽ ഓഡിയൻസിനെ ഇപ്പം ആ കഥാപാത്രത്തിന് ഇഷ്ടപ്പെടുക എന്നുള്ള ടാസ്ക് ഉണ്ടായിരുന്നത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ചെറിയ നെക്ക് ലൈൻസ് ഉണ്ട്, ചെറിയ ഇയറിംഗ്സ് ഉണ്ട്. പിന്നെ കല്യാണിയുടെ സൈഡില് മൊത്തം സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങനെ പിന്നെ സെപ്റ്റംസ് അല്ലേ. അപ്പൊ അത് ഭയങ്കര നമ്മൾ കസ്റ്റമൈസ് ചെയ്ത സെപ്റ്റംസ് ആണ്. കാരണം പല സാധനങ്ങളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കല്യാണ ഫേസിൽ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നു 10-15 ഡിസൈൻസ് നമ്മൾ കൊന്നു.
എന്നിട്ട് അതിനകത്ത് കറക്ഷൻസ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കല്യാണിയുടെ ഫേസിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തതാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഡൂപ്പ് ഉണ്ടായിരുന്ന പീസസ് ആണ്. കാരണം ഓരോ സീക്വൻസ് കഴിയുമ്പോഴേക്കും ഇത് ചാടിപ്പോ. അത് കാണുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ഭയങ്കര തിന്നാണ്, അത് സിമ്പിൾ ആണ്, പക്ഷെ കല്യാണിക്ക് ഭയങ്കര. നമ്മൾ ഒരുപാട് ട്രയൽ ചെയ്തിട്ട് അരുൺചാന്റെ ഇതായിരുന്നു. അരുൺചാൻ ഇങ്ങനെ ഒരു വേണം എന്നുള്ളത് ഡൊമിനിക്കോ ഡയറക്ടർ. ഡൊമിനിക്കേട്ടൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് എങ്ങനെ കൊണ്ടുവരും, നമ്മൾ പല ഓപ്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നു. ഇപ്പോ എനിക്ക് ഈ സിനിമ തരുമ്പോൾ വേറൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇവർക്ക് ഞാൻ ഇതേപോലത്തെ ഭ്രാന്തൻ സാധനങ്ങൾ കൊണ്ടുവരുന്നുള്ളൂ. ബട്ട് നമ്മൾ സിനിമ ചെയ്യുന്നത് എപ്പോഴും കഥാപാത്രങ്ങൾക്ക് നീഡ്ഫുൾ ആയിട്ട് അപ്പൊ നമ്മൾ ആദ്യം കൊന്ന ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് ഔട്ട് ഓഫ് ദ ബോക്സ് ശരിക്കും കൂടിയും ഗോത്തിക് പ്രോപ്പർ ഗോത്ത് സ്റ്റൈലാണ്. അടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് മിനിമലാക്കി ദെൻ കല്യാണിക്കും കൂടി കംഫർട്ടബിൾ ആയിട്ട് അത് വേറെ സിനിമ തുടങ്ങി അവസാനം വരെ യൂസ് ചെയ്യേണ്ട സെറ്റാണ്. അപ്പോ അതിന് പിന്നെ ഈ പറയുന്ന സെക്കൻഡ് ലുക്കിലേക്കൊക്കെ വരും ഇതൊന്നും മാറുന്നില്ല, എല്ലാ ലുക്കിലേക്കും വരുമ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും ബ്ലെൻഡ് ആവുന്ന ഒരു സാധനം കൊടുക്കണം. അതിന് ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് എനിക്ക് ഞാനും സിനിമ കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആക്സസറിയിലെ ഒരു എലമെന്റ് ആണ് സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴേ ഈ കോസ്റ്റ്യൂം ഡീറ്റെയിലിംഗ് ആണോ ശ്രദ്ധിച്ചോണ്ടിരുന്നത് തിയേറ്ററിൽ? ഞാൻ നമ്മള് ഫുള്ളി ഔട്ട് ഇപ്പോഴാണല്ലോ കാണുന്നത്. ഇപ്പൊ അതിനകത്ത് ഒരു പീരീഡ് സ്റ്റേജ് ചെയ്യുന്നതും അതിനകത്തുള്ള ഔട്ട്ഫിറ്റുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് മൊത്തം നമ്മുടെ ടീമുണ്ട്. എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആയിട്ട് പറയാനുള്ളത് എന്റെ ടീമിനോടാണ്. അപ്പൊ ആ ഒരു പോർഷൻ മറ്റേന്ന് പറഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് സോഴ്സ് ചെയ്ത് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമ്മള് എനിക്ക് തോന്നുന്നു ആ പീരീഡ് സെറ്റിങ്ങിനകത്ത് എന്റെ കൂടെ എന്റെ കെട്ടുകളാണ്ട മാലാക, നൻപകൽ നേരത്ത് മയക്കം, അതേപോലെ തന്നെ ഒരു കനകങ്കാമനി കല, ഇതിനകത്ത് എന്റെ കൂടെ വർക്ക് ചെയ്ത പിന്നെ മഹാവീരർ വർക്ക് ചെയ്ത് സുബീഷ് ബിമീഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ഇവരെന്റെ ഇത്രയും സിനിമകളിൽ വന്ന എന്താണ് ഇവര് ഭയങ്കര ബോണ്ടഡ് ആണ്, പിന്നെ ഭയങ്കര ക്രാഫ്റ്റഡ് ആണ്. അപ്പൊ ആ പീരീഡിനകത്ത് ഉണ്ടാക്കിയ ആക്സസറീസ് ഇതെല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് വന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മളൊരു ഐഡിയ ക്രാക്ക് ചെയ്തു, സ്കെച്ച് കൊടുത്തു, കളർ കോമ്പിനേഷൻ നമുക്ക് തന്നു. നമ്മൾ പല വേർഷൻസ് ഓഫ് ആ കുട്ടി ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, പല സ്റ്റൈൽസ് ചെയ്തു. പിന്നെ അത് വെച്ച് ഫൈറ്റ് ചെയ്യണം, ഇത് മൊത്തം ഡ്രൈപ്പിങ്ങിന് അത് നിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് തന്നെ 4-5 വേർഷൻസ് ഡ്രൈപ്പിംഗ് സ്റ്റൈലിന് തന്നെ വേരിയേഷൻസ് പിടിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ഫൈനലി ആ കുട്ടിയുടെ എല്ലാ കംഫർട്ടിലും ഫൈറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിനെ വെച്ചിട്ടാണ് ബാക്കിത്തെ ഗ്രാമവും നാടും മൊത്തവും ഫുൾ ഗ്രൂപ്പിന് മൊത്തത്തിൽ നമ്മള് ചെയ്തത്. ആ ക്യാരക്ടറിന്റെ അമ്മ, അച്ഛൻ, ഇത് എല്ലാവരുടെയും പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്തുള്ള രാജാവിന്റെ വിഷ്വല് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ കുട്ടിയുടെ ബേസ് വെച്ചിട്ടാണ് ഇതിനെ മൊത്തത്തിൽ ബിൽഡ് ചെയ്തെടുത്തത്. പിന്നെ അയ്യോ അത് എനിക്ക് തോന്നണു ഞങ്ങൾ സോഴ്സ് ചെയ്തതിനേക്കാളും കൂടുതൽ ട്രൈ ഔട്ട് ചെയ്യാ. പിന്നെ ഇതിന്റെ ഒരു ഏജിങ്, ഡള്ളിങ്, പിന്നെ മെറ്റീരിയല് വന്നിട്ട് ഇത് ഡ്രൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ പല മെറ്റീരിയലിനും പല ഫീലാണ്, പല കോമ്പിനേഷൻസ് ഓഫ് കളേഴ്സ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ത്രെഡ്സിന്റെ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഏരിയ ഭയങ്കര രസമായിട്ട് ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിനേക്കാളും ഇച്ചിരി കൂടി ചലഞ്ചിങ് എനിക്ക് തോന്നിയത് മറ്റതൊക്കെ നമുക്ക് എവിടെ പോയാലും അവൈലബിൾ ആണ്, ഇത് നമ്മൾ മേഡപ്പ് ചെയ്യണം. ഈ തുണി പഴയതാക്കണം, അത് ഭയങ്കര ടാസ്ക് ആണ്. പിന്നെ അതിന് കാരണം നമ്മൾ ഫ്രഷ്നെസ്സിന് അത് ഡൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ശരിക്കും അത് ഫീൽ ചെയ്യും. അന്ന് ഇതിന് എക്സ്ട്രീം ഡള്ളും വേണ്ട, സിനിമ ഭയങ്കര കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന നമ്മളിപ്പോ പറഞ്ഞ ഒരു ഡ്യൂണൊക്കെ കാണുന്ന പോലെയുള്ള ഡ്യൂണിനകത്തെ കോസ്റ്റ്യൂംസ് ഏജ്ഡ് ആണ്, പക്ഷെ അന്ന് അത് ഭയങ്കര ക്രാഫ്റ്റഡ് ആയിട്ട് ഏജ് ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമയിൽ ഞാനത് അങ്ങനത്തെ മാഡ് മാക്സിലൊക്കെ ഡൾ വേരിയേഷൻസ് എങ്ങനെ വരാൻ പറ്റുമോ ആ വേരിയേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത്. പിന്നെ എന്റെ ഡിസൈനർ ടീമും ഭയങ്കര കട്ടക്ക് എല്ലാവരും, കാരണം അത്രയും നമ്പേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റുകൾ, ക്രൗഡ്, പരിപാടി, ഫൈറ്റ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് അത്രയും പേർക്ക് സെറ്റ് ചെയ്യണം. ഈവൻ ലാസ്റ്റ് ക്ലൈമാക്സിലേക്കുള്ള കോസ്റ്റ്യൂംസ് അതൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. ഞങ്ങള് ഈ ഓരോ ഫോഴ്സിന്റെ ഡ്രസ്സ് കിട്ടാൻ പാടാണ്. ഇപ്പൊ ഗരുഡ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിന്റെ ഡ്രസ്സാണ് ക്ലൈമാക്സിലേക്ക് വരുന്നത്. അതിന് ഇൻട്രോ സീനിൽ വേറൊരു ഫോഴ്സിനെ കൊണ്ടുണ്ട്, അത് ഫുള്ളി കസ്റ്റമൈസ് ചെയ്താണ്. അപ്പൊ ഗരുഡ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഡ്രസ്സ് അങ്ങനെ പെട്ടെന്ന് കിട്ടൂല, നമുക്ക് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇതൊക്കെ കിട്ടണം. അപ്പൊ ഇത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം, അത് ഒരിക്കലും സ്ഥലത്ത് പോയി റെഡിമെയ്ഡ് കിട്ടില്ല. ദെൻ ഞങ്ങൾക്ക് ആ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ചെന്നൈയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ ഡിയർ സ്റ്റുഡൻസിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് 6 മണിക്ക് ഇവിടെ ലൊക്കേഷനിൽ എത്തണം. രാവിലെ 6 മണിക്ക് ഇവിടെ ടോപ്പ് എത്തിയിട്ടുണ്ട്, ബോട്ടംസ് ചെന്നൈയിൽ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലാണ് നമ്മളിങ്ങനെ പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇനിയും ആരും ഫേസ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു യൂണിറ്റ് ബിൽഡ് ചെയ്തത്. അപ്പൊ നമ്മൾ അന്ന് എനിക്ക് തോന്നുന്നു ജീവൻ മരണം വെച്ചിട്ടാണ് ഞങ്ങള് ചെന്നൈന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തുന്നത്. കാരണം 6 മണിക്ക് ഇവിടെ എത്തണം, 7:30 ഫസ്റ്റ് ഷോട്ട് വയ്ക്കും. സിനിമേനെ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പൊ അങ്ങനെ അതൊക്കെ ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ സിനിമയിൽ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെ തന്നെയാണ്. ഈ മിന്നൽ മുരളി ചെയ്തപ്പോ മറ്റേ ആ
സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമിന് മാത്രം 21 ലക്ഷം രൂപയായി എന്ന് പറഞ്ഞിരുന്നു. ഇതില് ടോട്ടൽ എക്സ്പെൻസ് നോക്കിയാൽ അത്ര ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ലേ? ഇല്ല, ഈ ലോകയ്ക്ക് കംപ്ലീറ്റ് അത്ര എക്സ്പെൻസ് അതായത് സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമിന് അത്ര ഉണ്ടാവില്ല. എന്റെ ഇതിന്റെ ഒരു വിഷയന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. ബട്ട് മിന്നൽ മുരളി ഞാൻ ക്രിയേറ്റ് ചെയ്ത് സൂപ്പർ ഹീറോ വിത്തൗട്ട് സൂപ്പർ ഹീറോ എനിക്ക് 10 lakhs ആയിരുന്നു എനിക്ക് തന്ന കോസ്റ്റ്യൂം ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് തന്നെയായിരുന്നു ലോക പോലുള്ളൊരു സിനിമ ഇത്രയും വലിയ വിഷനിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ ബഡ്ജറ്റ് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ ഞാൻ അതേ ബഡ്ജറ്റ് തന്നെയാണ് എനിക്ക് ബ്രഹ്മയുഗത്തി കിട്ടിയത്. പക്ഷെ അത്രയും ക്രാഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് യക്ഷീനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പല സിനിമകൾക്കും പല വേരിയേഷൻസ് ആണ് കിട്ടുക. അപ്പൊ ഈ സിനിമയ്ക്ക് ഇപ്പൊ മിന്നലിന്റെ ഒരു ഡബിള് അല്ലെങ്കിൽ എനിക്ക് തന്ന ബഡ്ജറ്റ് അത്രേ ഉണ്ടാവുള്ളൂ. അതിനാണ് സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമാണോ? സൂപ്പർ ഹീറോ മാമാണ് ചെയ്തത്. ബട്ട് ഒരിക്കലും മിന്നൽ മുരളിയിൽ വന്ന സൂപ്പർ ഹീറോ ഒന്നും 3 പേർക്കും പണിതേനെ എന്തായാലും ആയിണ്ടാവില്ല. കാരണം നമ്മൾ ഡൂപ്സ് നമ്മളാണ് ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ഒരു ബഡ്ജറ്റ് നമുക്കറിയാം. പിന്നെ മാം അടക്കം അങ്ങനെയാണ് വർക്ക് ചെയ്തത്. ഈ സിനിമയില് ഹൈ എൻഡിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാന്നല്ലാതെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും മിനിമലായിട്ട് എങ്ങനെ ചെയ്യാവുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ മിന്നൽ മുരളി എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഈ യൂണിവേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം മറ്റുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ മേടിക്കണമല്ലോ. വഴിയിൽ പോകുന്ന ഒരാൾക്ക് പോലെ ഞാൻ കോസ്റ്റ്യൂം മേടിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ വിഷൻ വിട്ട് മാറും. അല്ലെങ്കിൽ നമ്മളത് ഗൈഡ് ചെയ്യണം. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അടുത്ത് കോസ്റ്റ്യൂം ഇടാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഒരു മെജോറിറ്റി ജാക്കറ്റ്സും ഇവർക്കൊക്കെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ യൂസ് ആവാത്തത് മൊത്തം നമ്മൾ ക്രൗഡിനൊക്കെ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് ആ ഒരു വേൾഡിനെ ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അവർക്കും നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സെറ്റിംഗ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ പീരീഡ് സെറ്റിംഗ്, അതിനൊരു ബഡ്ജറ്റ് വേണം. അതിന് എക്സ്പെരിമെന്റ് ആണ്. അതെങ്ങനെ ചെയ്ത് എങ്ങനെ റെഡി ആവുമെന്ന് അറിയില്ല. ഓരോ പ്രാവശ്യം ചെയ്തു തന്നെ. പിന്നെ പറയുന്ന ഫൈനൽ ഫോഴ്സിന്റെ ഇത്, അത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ആ ഫോഴ്സിന്റെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യണം. പിന്നെ ഇതിനെല്ലാത്തിനും ഡൂപ്പാണ്. സെക്കൻഡ് ഹാഫ് സിനിമ ട്രാവൽ ചെയ്യുന്ന മൊത്തം ഒരു കോസ്റ്റ്യൂമിന്റെ കൂടെയാണ്. അപ്പൊ ആ സിനിമ ഷൂട്ട് ചെയ്ത പോർഷൻ ചിലപ്പോ ക്ലൈമാക്സിന്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഡൂപ്പ് വേർഷൻസ് നമ്മള് ഫ്രഷ്നെസ്, ഡള്ള് പല ടൈമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്പൊ ആ സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളും അല്ലെങ്കിൽ ആ ക്വാളിറ്റിയും ഒക്കെ നല്ല പ്രൊഡക്റ്റുകളാണ്. അപ്പൊ അത്രയും നമ്പേഴ്സ് ഓഫ് പീസസ് ആ ബ്രാൻഡിന്റെ തന്നെ മേടിക്കണം. അതിന് അത്രയും ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പോ കല്യാണി ലാസ്റ്റ് റെഡ് ജാക്കറ്റ്, സൂപ്പർ ഡ്രൈ ജാക്കറ്റ് അങ്ങനെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് കോസ്റ്റ് ഉണ്ട്. അതിന്റെ എമൗണ്ടിൽ തന്നെ നമ്മള് നമ്പേഴ്സ് ഓഫ് ഡൂപ്സ് കളക്ട് ചെയ്യണം. ഈവൻ കല്യാണിക്ക് ഡൂപ്പിനല്ല, ബട്ട് ഈ ക്യാരക്ടറിന്റെ ഗ്രോത്ത് പോണത് സിനിമയുടെ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി സിനിമ അവസാനിക്കുന്ന ഈ ട്രാവലിലാണ്. അപ്പൊ അതിനകത്ത് പല വേർഷൻസ് ഓഫ് ഡൾ സീനിന്റെ ഡെവലപ്മെന്റ്, ഫൈറ്റിന്റെ ഫൈറ്റിനകത്ത് വരുന്ന ഓരോ ക്രാക്കിങ്ങും ബുള്ളറ്റ്സിന്റെ ഹോൾസും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പല പല അപ്പൊ അത്രയും നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ ഇന്റർവെൽ ബ്ലോക്കിലുള്ള ഒരു ഇതും അങ്ങനെ ഒരു ബ്രാൻഡിന്റെ തന്നെ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് ആണ്. അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾ വേൾഡിൽ കണക്ട് ആവുന്ന ഒരു പീസസ് ആണ്. ദെൻ അത് നമ്മൾ മലയാള സിനിമയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. ദെൻ അതിന്റെ ഒരു കോമ്പിനേഷൻ ഓഫ് സ്റ്റൈലും മറ്റുള്ള കസ്റ്റമൈസിങ് പല വേരിയേഷൻസ് ഓഫ് റേറ്റ് ഉണ്ട് കേട്ടോ. നല്ല പ്രൈസിന്റെ ഉണ്ട്, നല്ല പ്രൈസ് ഉള്ളത്, ഭംഗിയുള്ളത് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റൈലിങ്ങിനകത്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ള കോൺഫിഡൻസിലാണ്. പിന്നെ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പോർഷൻ ഞാൻ അത്രയും മറ്റേ അതെന്റെ ബഡ്ജറ്റ് പ്ലാനിങ്ങിനകത്ത് ഞാനത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര കണ്ടു ഇപ്പൊ ലോക തിയേറ്ററിൽ? ഞാൻ ലോക 2 പ്രാവശ്യം കണ്ടിട്ട് ഫാമിലി ആയിട്ട് 1 പ്രാവശ്യം കൂടി കാണുന്നുണ്ട്. ടിക്കറ്റ് കിട്ടാനില്ല. അതെ, ഇപ്പം ഭ്രമയുഗത്തില് പറഞ്ഞപ്പോൾ ആ യക്ഷി ഭയങ്കര സുന്ദരിയായ യക്ഷിയാണ്. ഈ പോസ്റ്റേഴ്സ് നോക്കുമ്പോ ഇനി വരാനുള്ള സിനിമകളാണ്. DSERA ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന സിനിമയാണ്. അതുപോലെ ഈ ഹൊറർ ഇതിൽ തന്നെ കുറെ സിനിമകൾ വരാണ്ടെന്ന് തോന്നുന്നു. ഒരു ഹൊറർ സ്പെഷ്യലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. അത് എന്തോ അറിയില്ല, വന്ന പടങ്ങളൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ എന്തോ ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ ചെയ്യാൻ. ഓരോ ലോകയില് ക്രിയേറ്റ് ചെയ്ത കഥാപാത്രവും അങ്ങനെ എലമെന്റ് എടുക്കുന്നു. ഇപ്പോ നൈറ്റ് റൈഡേഴ്സിൽ എനിക്ക് തോന്നുന്നു നൈറ്റ് റൈഡേഴ്സിൽ ഭയങ്കര രസമുള്ള ഒരു ലുക്ക് ഉണ്ട്. ഒരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്, 2 ക്യാരക്ടറുകളുണ്ട് ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള. കറക്കം ഭയങ്കര അതും ഇതേപോലെ ഒരു ജോണറാണ്. അതും ഇതേപോലെ അതിനകത്തും ഉണ്ട് ഇതേപോലത്തെ കുറച്ച് കഥാപാത്രങ്ങൾ. സ്പെഷ്യൽ ലുക്സ് കുറച്ച് എനിക്ക് ചെയ്യാൻ വേണ്ടി. ഈവൻ ചത്താപ്പച്ച, എനിക്ക് തോന്നുന്നു ചത്താപ്പച്ചയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ്. കുറച്ച് ഞങ്ങൾ ഇപ്പോ ലോക ചെയ്യുമ്പോഴായാലും നമുക്ക് കുറെ സ്റ്റൈലിംഗ് എലമെന്റുകളിലായിരുന്നു. ഇപ്പൊ ചത്താപ്പച്ച ചെയ്യുന്നത് പറഞ്ഞാൽ മൊത്തം ക്രാഫ്റ്റഡ് എലമെന്റിലാണ്. ഫുൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയുടെ ഒരു ഐഡിയ എപ്പോഴേ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. WW പോലെയൊക്കെ ഉള്ളൊരു റിംഗ് പരിപാടിയൊക്കെ വെച്ചിട്ടുള്ളത്. ആ ഇത് ചെറുപ്പം തൊട്ട് കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് തന്നെ. ആ പടത്തിൽ കുറെ ഇതേപോലത്തെ കുറെ എലമെന്റുകൾ ഉണ്ട്. അതിനകത്ത് കുറെ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഭ്രമയുഗത്തിന്റെ അതേ ടീമിന്റെയാണ് DSERA. പ്രണവ് അഭിനയിക്കുന്നു, രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്യുന്നു. അതിന്റെ ടീസറെ വന്നിട്ടുള്ളൂ. പക്ഷെ
ടീച്ചർ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു രസം എന്താ, അല്ലെങ്കിൽ അതിന്റെ ഒരു കോസ്റ്റ്യൂമിലേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? ആക്ച്വലി ആ പടം മൊത്തത്തിൽ ഒന്നും പറയാൻ ഒന്നും പറയാൻ പാടില്ല. പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും. പിന്നെ അതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ഇമീഡിയറ്റ്ലി വരും. കാരണം അതിന്റെ റിലീസിംഗ് ഡേറ്റ് ഹാലോവിൻ ഡേ ഒക്കെയാണ്, നിയർ ബൈ ഒക്ടോബർ നവംബർ. അപ്പോ അതിന്റെ അപ്ഡേഷൻസ് ഇമീഡിയറ്റ്ലി വന്നുകൊണ്ടിരിക്കും. നമ്മള് എനിക്ക് തോന്നുന്നു ഭയങ്കര കൺസേൺ ആയിട്ട് ഇപ്പൊ ലോഗോ പോലെ തന്നെ പടത്തിന് മുമ്പ് സീക്രസി കീപ്പ് ചെയ്യുന്ന, ഈവൻ ഞങ്ങൾക്ക് പോലും ഒരു സ്റ്റില്ല് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത നല്ല സിനിമയായിരിക്കും. എനിക്ക് രാഹുലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം രാഹുലേട്ടൻ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രോപ്പർലി വിഷൻ കണ്ടുവന്ന് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ചുരുക്ക ദിവസങ്ങളിൽ ഷൂട്ട് തീർക്കുന്ന. ഈ സിനിമയും വളരെ മിനിമൽ നമ്പേഴ്സിനകത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നമ്മള് തയ്ച്ചെടുത്ത ഡ്രസ്സ് ഒരു കടയിൽ നിന്ന് റെഡിമെയ്ഡ് മേടിച്ചല്ല, നമ്മള് റെഫറൻസ് ഐഡിയ ഉണ്ടായിരുന്നു, നമ്മള് ടീം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈവൻ പിന്നെ അതേപോലെ ഇനി ഇതില് ബാൾട്ടി ഇറങ്ങാനുണ്ട്, അടുത്ത മാസം ഇറങ്ങും. അടുത്ത മാസം ബാൾട്ടിയിൽ പാട്ടാണ് വന്നത്. അതെ അതെ, ബാൾട്ടീം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. അതിനകത്ത് കോസ്റ്റ്യൂമിന് നല്ല ഇമ്പോർട്ടൻറ്റ് ഉണ്ട്. അലക്സേട്ടൻ പിന്നെ ഉണ്ണി. അലക്സേട്ടൻ ആണ് അതിന്റെ കളർ പാലറ്റും ഇതൊക്കെ സെറ്റ് ചെയ്തത്. ഈവൻ ബാൽട്ടിയുടെ ഒരു ടെറൈനും വന്നിട്ടുള്ള പരിപാടിയൊക്കെ വെച്ച് ഒരു മിക്സ് ഓഫ് തമിഴ്നാട് ബ്ലെൻഡ് ആയിട്ടുള്ളൊരു നാട് ടെറൈനൊക്കെയാണ്. അപ്പൊ അതിന്റെ കുറെ കളർ പാലറ്റ്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അൽഫോൺസേട്ടന്റെ ലുക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് സ്പെഷ്യൽ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിലൊരു കൾട്ടായി മാറട്ടെ. നല്ല 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 സിനിമകൾ, ഇങ്ങനെ ഒത്തിരി എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സിനിമകളൊക്കെ ഒരുപാട് വരട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക്സ്. ഈ മെഷീന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞോ? ഭയങ്കര കാണാൻ ഒരു എസ്തെറ്റിക് മെഷീനാണ്. എവിടെ നിന്നാണ്, എന്താണത്? ഇതാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ കരിയറിനകത്ത് തയ്യൽ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാൻ എന്റെ അമ്മയുടെ ചേച്ചിയാണ് എന്നെ ടൈലറിങ് പഠിപ്പിക്കണം. വെക്കേഷൻ ഗ്യാപ്പിലൊക്കെ ആദ്യത്തിന്റെ സൈഡിൽ സ്റ്റിയറിംഗ് ഓടിക്കാൻ വേണ്ടി ഇരുന്ന ഞാൻ. പിന്നെ അതൊരു പോയിന്റിൽ ചവിട്ടി പഠിക്കണമെന്നൊരു ക്രേസ് വന്നു. 6ലും 7ലൊക്കെ പഠിക്കുന്ന സമയത്ത് വന്ന മെഷീനാണ്. 8ാം ക്ലാസ്സിലെ ബ്രേക്ക് ടൈമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ആദ്യം ഇങ്ങനെ ചവിട്ടാൻ നോക്കിയത്. അപ്പൊ അന്ന് അമ്മയുടെ ചേച്ചി ലീവിന്, അതായത് ലീവല്ല, വെക്കേഷന് വീട്ടില് അമ്മയുടെ ചേച്ചി മക്കളൊക്കെ വന്ന സമയത്ത് ഞാൻ എന്തോ സമയത്തിനകത്ത് കുറെ സമയങ്ങൾ വൈറ്റ് പേപ്പർ വന്നിട്ടാണ് എൻ്റെ അടുത്ത് നേരെ ലൈൻ അടിച്ച് കാണിച്ചു തരാൻ. അപ്പൊ ഞാൻ ഓക്കെ മിഷൻ സൂചിച്ചിട്ടുണ്ട്. ഞാൻ ഫടാഫട്ട് സ്പീഡിൽ അടിക്കാൻ പഠിച്ചതാ വല്യമ്മ. അപ്പൊ ആ വല്യമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് ഇതാണ്. അച്ചീവ്മെന്റ്സ് ഒക്കെ അതിനകത്ത് തന്നെ വെച്ച് പോകണമെന്നുള്ളതാണ്. ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ലത്. പെയിന്റ് ഒക്കെ ചെയ്ത് ഇതെന്റെ ഒരു ഞാനാവാൻ കാരണം ഈ മിഷനാണ്. ഞാൻ ഇതിനകത്തുനിന്ന് എനിക്ക് നല്ലൊരു ടൈലറിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ മിഷനിൽ നിന്ന് ഞാൻ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. മെഷീനിൽ നിന്ന് ഞാൻ കുറെ പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇത് എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഇതിപ്പോ ഓക്കെയോ അതോ ചെയ്യും അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ +2 കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണമായിട്ടും ഈ ഡിസൈനിങ് ഇല്ല. +2 കഴിഞ്ഞിട്ട് ഞാൻ ബികോം പഠിച്ച, പാരന്റ്സ് സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ ഇപ്പൊ +2 +2 പഠിക്കുമ്പോൾ തൊട്ടിട്ട് എന്റെ ഡ്രീം ആയിരുന്നു MSc അല്ലെങ്കിൽ മറ്റേ BFT എന്ന് പറയുന്ന കോഴ്സ് എടുക്കണമെന്നുള്ളത്. അപ്പൊ അതെനിക്ക് സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ബികോം കഴിഞ്ഞിട്ട് പാരന്റ്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒന്നും പഠിക്കില്ല, ഒന്നില്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ പഠനം നിർത്തിയിട്ട് ഉള്ള ജോലിയൊക്കെ ചെയ്ത് പൊക്കോളാം ഫ്രീലാൻസ് ആയിട്ട്. അങ്ങനെയാണ് MSc ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിന് കൊണ്ടുപോയി ജോയിൻ ചെയ്തത്. ഈ ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെ അത് പഠിച്ചു. കാരണം എന്റെ ഒരു 3 ഇയറിൽ ഞാൻ ബികോം പഠിച്ചത് ചില സ്ഥലങ്ങളിൽ അക്കൗണ്ടിങ്. ഇപ്പൊ ഈ പടത്തിന്റെ ബില്ല് സോർട്ട് ചെയ്യുന്ന സമയം ഏറ്റവും വലിയ ടാസ്കാണ്. അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നല്ലാതെ ബികോം എന്റെ കരിയറിൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. പിന്നെ ആ സമയത്ത് കോളേജ് ലൈഫ് അടിപൊളിയായിരുന്നു ബികോം പഠിച്ചത്. ഇതെന്റെ എനിമി, എന്റെ ബേബിയാണ്. ഇതെന്റെ കംപ്ലീറ്റ് ടീം ലോഗയിലുള്ളത്. മൊത്തം ടീം വന്നിട്ടില്ല ഇപ്പോഴും. എല്ലാവരും ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ എല്ലാവർക്കും എത്താൻ പറ്റിയില്ല. ഇതിനകത്ത് മേജർലി എന്റെ കൂടെ ഡിസൈനർ ടീംസ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത സിനിമയാണ് ലോക. ജിതിൻ വാലാട്ടിയുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. വാലാട്ടി മൂവിയുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. എന്റെ കൂടെ ഏറ്റവും കൂടുതൽ പടങ്ങൾ ഇപ്പോൾ അസോസിയേറ്റ് ചെയ്യുന്നത് ജിതിനാണ്. ജിതിന്റെ ക്രാഫ്റ്റ് ഈ സിനിമയിൽ ഭയങ്കര രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. സാക്കർ ലാസ്റ്റ് മൊമെന്റ് സിനിമയിൽ വന്നിട്ട് കുറച്ച് ക്യാമിയോ പരിപാടികൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് വന്നതാണ്. ദജാദ് എൻ്റെ അസോസിയേറ്റ് തന്നെയാണ്, അസോസിയേറ്റ് ഡിസൈനറാണ്. ലോഗയിലാണ് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. ഇവനാണ് ബാംഗ്ലൂർ ബോംബെയിലൊക്കെ പർച്ചേസിങ്ങിന് ഉണ്ടായിരുന്നത്. ഇവനുണ്ടായിരുന്ന റിസ്വാൻ എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇത് വിഷ്ണു എനിക്ക് ബ്രഹ്മയുഗത്തിൽ ചാത്തന്റെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ഞങ്ങളുടെ പടങ്ങളിൽ വരുന്ന കോസ്റ്റ്യൂംസിന്റെ സ്പെഷ്യൽ അപ്പിയറൻസുകളിലൊക്കെ നമുക്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ വരും. അതൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വിഷ്ണുവാണ്. ലോഗയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ലോഗയ്ക്ക് നമ്മുടെ
കോസ്റ്റ്യൂംസൊക്കെ എങ്ങനെ വേണം, ഏത് രീതിയിൽ ഏത് മീറ്ററിൽ അത് പിടിക്കണം എന്നുള്ളത് മെൽവിക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐഡിയയോട് കൂടെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഞങ്ങൾ മാക്സിമം നമ്മുടെ ടീം എല്ലാവരും കൂടി നോക്കിയത്. അതിപ്പോൾ തിയേറ്ററിൽ എല്ലാവരുടെയും റെസ്പോൺസ് കാണുമ്പോൾ അത് നല്ല നല്ല രീതിയിലെത്തി എന്ന് അറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. ഇത്രയും വലിയ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ നന്ദിയുണ്ട്. മെൽവിൻ്റെ അടുത്താണ്, എൻ്റെ ആശാനാണ്. ഈ പടത്തിൽ കോസ്റ്റ്യൂമിൻ്റെ ഇമ്പോർട്ടൻ്റ് വളരെ വലുതാണ്. നമ്മൾ നസ്ലനായാലും അരുൺ കുര്യനായാലും ചന്തുവിനായാലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അത് തിയേറ്ററിൽ വർക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റെസ്പോൺസ് കിട്ടുമ്പോൾ കോൾസ് ആയാലും മെസ്സേജസിലായാലും എല്ലാത്തിലും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ അത് വർക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മെൽവിൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ബ്രഹ്മയുഗത്തിലാണ് ആദ്യമായിട്ട് തന്നെ വിളിക്കണ ടീമിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ചാത്തൻ്റെ ഒരു കോസ്റ്റ്യൂം ചെയ്യാനാണ് വിളിച്ചത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഐഡിയ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി. കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പുള്ളിയൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറയണ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അത് കാരണം കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റേ ചന്ദ്രയിൽ ഒരു കുറച്ച് ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് വിളിച്ചത്. ഒരു ചെറിയൊരു പാർട്ട് എനിക്ക് അതിന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ നല്ലൊരു ഇതായിരുന്നു. തിയേറ്ററിൽ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് തിയേറ്ററിൽ കണ്ടപ്പോൾ. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, ഒരു 5-6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ മൂവിയിൽ കോസ്റ്റ്യൂം ചെയ്യാന്നുള്ളത്. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോഴ്സിങ്ങിലാവുമ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല ഈ എന്താ ചെയ്യേണ്ടതെന്നൊന്നും. അപ്പോൾ പോയി ഫോട്ടോ എടുക്കും, അയച്ചു കൊടുക്കും, സ്പോട്ട് റിജക്ഷൻ, വേണ്ട അടുത്ത കടയിൽ പോക്കോ, പോവും, സ്പോട്ട് റിജക്ഷൻ, ഫുൾ ഓടി 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 പണ്ടാറടിക്കുന്നുണ്ട്. ലാസ്റ്റ് 10:30 ആവും ഒരു ഷർട്ടൊക്കെ ഇപ്പോൾ കൺഫേം ആവുക. രാവിലെ ഒരു 9 മണിക്കൊക്കെ പോയാൽ വൈകുന്നേരം 10 മണിക്കൊക്കെ ഒരു ഷർട്ട് സെലക്ഷൻ ആവുള്ളൂ. അപ്പോൾ അത്രയ്ക്കും പണിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പണിയെടുത്താലേ പിടിച്ചിക്കാൻ പറ്റുള്ളൂ മനസ്സിലായി.